ഗാസയിലെ തിരുക്കുടുംബ കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന സൈനിക നടപടിയിൽ മാപ്പ് പറഞ്ഞ് ഇസ്രായേൽ. ഗാസ സിറ്റിയിലെ കത്തോലിക്ക പള്ളിയിൽ സംഭവിച്ച ആകസ്മികമായ ആക്രമണത്തെക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് IDF. മതസ്ഥാപനങ്ങളെയും ആരാധനാലയങ്ങളെയും സാധാരണക്കാരായ ആളുകളെയും സൈനിക നീക്കങ്ങൾ ബാധിക്കാതിരിക്കാൻ ഇസ്രായേൽ സൈന്യം പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും കത്തോലിക്ക ദേവാലയത്തിലുണ്ടായ നാശനഷ്ടങ്ങളിൽ അതിയായ ഖേദം രേഖപ്പെടുത്തുന്നതായും IDF വൃത്തങ്ങൾ വ്യക്തമാക്കി. ഗാസയിലെ ഏക കത്തോലിക്ക പള്ളിയായ തിരുക്കുടുംബ ദേവാലയം യുദ്ധകാലത്ത് ഗാസയിലെ ഇതര മതസ്ഥർക്കും ആശ്രയമായി മാറിയ ഇടമായിരുന്നു. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പള്ളി തകർക്കപ്പെട്ടതിലും ആളുകൾ കൊല്ലപ്പെട്ടതിലും ഖേദം പ്രകടിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. IDF നടപടിയിൽ നിരപരാധികൾ പള്ളിയിൽ കൊല്ലപ്പെട്ട സാഹചര്യം വലിയ ദുഃഖകരമാണെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഭവത്തെ അപലപിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ട്രംപ് ടെലിഫോണിൽ വിശദാംശങ്ങൾ അന്വേഷിച്ചു. ആരാധനാലയങ്ങളിലും ആശുപത്രികളിലും സാധാരണക്കാർ അധിവസിക്കുന്ന മേഖലകളിലും ഹമാസ് ഭീകരവാദികൾ മറഞ്ഞിരുന്ന് ഇസ്രായേലിനെതിരെ ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അതീവ ജാഗ്രതയോടെയാണ് സൈന്യം പ്രവർത്തിക്കുന്നതെന്ന് ഗാസയിലെ തിരുക്കുടുംബ ദേവാലയത്തിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. IDF പ്രസ്താവന പറയുന്നത് ഇപ്രകാരമാണ്: ഗാസയിലെ പള്ളിയിൽ സംഭവിച്ച ആക്രമണത്തെ തുടർന്ന് തെളിവുകൾ, സാക്ഷിമൊഴികൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ IDF ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. സാഹചര്യങ്ങൾ അവലോകനം നടത്തിവരികയാണെന്നും വിശദമായ പരിശോധന പുരോഗമിക്കുകയാണെന്നും ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തെ വത്തിക്കാനും ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ശക്തമായി അപലപിച്ചിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒരാൾ കൂടി മരണപ്പെട്ടതായും ഇതോടെ സംഭവത്തിൽ 3 പേർ മരണപ്പെട്ടതായി ജെറുസലേമിലെ ലാറ്റിൻ പാട്രിയാർക്കേറ്റ് സ്ഥിരീകരിച്ചു. ദേവാലയ വികാരി ഫാദർ ഗബ്രിയേൽ റോമനലി അടക്കമുള്ള നിരവധി പേർ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പാട്രിയാർക്കേറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.